അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് കടക്കുന്നു. തങ്ങളുടെ ആദ്യ ഓൾ ഇലക്ട്രിക് എസ്യുവിയെ കമ്പനി പരിചയപ്പെടുത്തി. പുതിയ വാഹനം അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര വിപണികളിൽ വിൽപ്പനയ്ക്കെത്തുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. പുതിയ വാഹനത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും വാഹനത്തിന്റെ സാങ്കേതിക സവിശേഷതകൾ ബ്രാൻഡ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. മാതൃ കമ്പനിയായ സ്റ്റെല്ലാൻഡീസ് വികസിപ്പിച്ചെടുത്ത ഡെയർ ഫോർവേഡ് 2030 തന്ത്രത്തിന്റെ ഭാഗമായാണ് പുതിയ EV നിർമ്മിച്ചിരിക്കുന്നത്. 2030 യൂറോപ്പിൽ സമ്പൂർണ്ണ ഇലക്ട്രികവൽക്കരണം നടപ്പിലാക്കാൻ സ്റ്റെല്ലാൻഡീസ് പദ്ധതിയിടുന്നുണ്ട്. ഈ തന്ത്രത്തിൽ ജീപ്പ് തീർച്ചയായും പരിവർത്തനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും. പുതിയ വാഹനത്തിൽ ഫ്രണ്ട് ബമ്പർ സെഷനിൽ കറുത്ത ഹൗസിനുള്ളിൽ ഫോഗ് ലാമ്പുകൾ നൽകിയിട്ടുണ്ട്. മധ്യഭാഗത്തായി കമ്പനി ഒരു സെൻസർ സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ ജീപ്പ് ഇലക്ട്രിക് എസ്യുവിയുടെ മറ്റൊരു ഹൈലൈറ്റ് ഒരു ഹെക്സഗണൽ മെഷും സ്കിഡ് പ്ലേറ്റുമാണ്. എസ്യുവി ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിന് വശങ്ങളിലും വീൽ ആർച്ചുകളിലും ചുറ്റും കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ് ഉണ്ട്. ബോണറ്റിന് മസ്കുലർ ആകൃതിയാണ് കമ്പനി നൽകിയത്. പില്ലറുകളും റൂഫും കറുപ്പ് നിറത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പിൻഭാഗത്ത് ജീപ്പ് ഇലക്ട്രിക് എസ്യുവിക്ക് X ആകൃതിയിലുള്ള ടെയിൽ ലാമ്പ് ഗ്രാഫിക്സ് ഉണ്ട്. സ്കൾപ്ഡ് ടെയിൽ ഗേറ്റ്, ഇന്റഗ്രേറ്റഡ് സ്പോയിലർ, കറുത്ത നിറത്തിൽ ചായം പൂശിയ ഷാർക്ക് ഫിൻ ആന്റിന എന്നിവ വാഹനത്തിന്റെ പിൻഭാഗം മനോഹരമാക്കുന്നു. ജീപ്പ് ഓൾ ഇലക്ട്രിക് 5 സീറ്റർ എസ്യുവി ഉടൻ തന്നെ പോളണ്ടിലെ ബ്രാൻഡിന്റെ ഫെസിലിറ്റിയിൽ ഉൽപ്പാദനത്തിൽ പ്രവേശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ മോഡലിലെ പെട്രോൾ, മൈൽഡ് ഹൈബ്രിഡ് പതിപ്പുകളും പ്രതീക്ഷിക്കുന്നതിനാൽ ഇത് പരിചിതമായ CMB പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഇതേ ഫാക്ടറി തന്നെ അടുത്ത വർഷം ഒരു ചെറിയ ഫിയറ്റ് ക്രോസ് ഓവർ പുറത്തിറക്കും. ഒപ്പം ആൽഫ റോമിയോ പതിപ്പും വിപണിയിലെത്താൻ കാത്തിരിക്കുകയാണ്. റാൻഡ് ചെറോക്കി, റാംഗ്ലർ, കോമ്പസ്, റെനഗേഡ് എന്നിവയുടെ PHEV പതിപ്പ് ഉൾപ്പെടുന്ന 4xe ശ്രേണിയിൽ ജീപ്പ് ഇതിനകം തന്നെ പ്ലഗ് ഇൻ ഹൈബ്രിഡുകളുടെ ഒരു വലിയ നിര തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല 4xe മോഡലുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതും കമ്പനി പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യക്കായി ജീപ്പ് അടുത്തതായി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന വാഹനം മെറിഡിയൻ 7 സീറ്റർ SUV ആണ്. ഈ വാഹനം കോമ്പസ് SUVയുടെ വിപുലീകൃത പതിപ്പാണ്. ഇത് കമാൻഡർ എന്ന പേരിൽ മറ്റ് വിപണികളിൽ ഇതിനോടകം തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പുതിയ വാഹനങ്ങൾ കമ്പനിക്ക് വിജയം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താൻ തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.